തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. കൌൺസിലർ തിരുമല അനിലിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിലാണ് ചടങ്ങുകൾ നടക്കുക. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, പൊതുദർശനമൊക്കെ പൂർത്തിയായോ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? അമൃത, പൊതുദർശനം പൂർത്തിയായി. ഇന്ന് മൃതശരീരം അനിൽകുമാറിന്റെ മൃതശരീരം 9 മണിയോടെയായിരുന്നു തിരുവനന്തപുരം സിറ്റി ബി.ജെ.പിയുടെ ജില്ലാ ഓഫീസിൽ എത്തിച്ചത്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. അത്തരത്തിലുള്ള പൊതുദർശനം അവിടെ ഒരു 10 വരെ ആ ഒരു 9 മണിക്ക് തുടങ്ങിയ പൊതുദർശനം നീണ്ടു. ശേഷം അവിടെ നിന്ന് മൃതദേഹവുമായി വിലാപയാത്ര തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നീങ്ങി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൗൺസിൽ വാർഡിൽ തിരുമല വാർഡിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വേണ്ടി എത്തി. അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കൾ അദ്ദേഹത്തിന് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ പാലോട് രവി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. ഇത്തരത്തിൽ തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിലും വളരെ അധികം സമയം പൊതുദർശനം നീണ്ടു. കാരണം കൗൺസിൽ വാർഡിലെ അംഗങ്ങളുമൊക്കെ അതുപോലെ തന്നെ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. ശേഷം വീട്ടിൽ ശിവകൃപ മങ്കാട് അണ്ണൂരുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നാട്ടുകാരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും അടുത്താണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ശേഷമായിരിക്കും ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.